ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കടും പായസം ഉണ്ടാക്കുവാണ്. അപ്പോൾ അതേ നമ്മൾ അരിയൊക്കെ വെള്ളത്തിനകത്തിട്ട് നമ്മളത് വേറെ പാത്രത്തിനകത്ത് മാറ്റി നമ്മൾ സ്റ്റൗവൊക്കെ നമ്മൾ തീക്കിട്ട് അതിനകത്ത് വെച്ച് മൂടി വെച്ചേക്കും കേട്ടോ. അരി നന്നായിട്ട് ചൂടാക്കി കിട്ടാനേ. പിന്നെ നമ്മൾ ശർക്കര ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ഇതേ നമ്മളിത് നന്നായിട്ട് ഇത് മെൽട്ടാക്കി കിട്ടാൻ വേണ്ടി നമ്മൾ അടപ്പത്തൊക്കെ വെച്ച് എന്നിട്ട് മെൽട്ടാക്കി കിട്ടാൻ വേണ്ടി നമ്മളിതൊക്കെ നന്നായിട്ടൊരു കോഫി, നമ്മൾ ഈ കോഫിയൊക്കെ ലൈക്ക് ക്യാപ്പച്ചീന, ഈ കോഫിയുടെ ഒരു ഷേപ്പായി കിട്ടണം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടണം. അത്രമാത്രം ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ നമ്മുടെ അരിക്ക് നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡി ആയിട്ടും നല്ല സോഫ്റ്റ് അരിയാട്ടോ. നന്നായിട്ട് തിക്കായിട്ട് നമുക്ക് കിട്ടരുത്. ഒരു അരി പോലും നമുക്ക് തിക്കായിട്ട് കിട്ടരുത്. എല്ലാം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ നമ്മുടെ ആ ശർക്കരപ്പാനി അരിച്ചെടുത്ത് നമുക്ക് അത് ചോറും ശർക്കര ഇട്ട് വെച്ച് ചോറിനകത്ത് നമുക്കിടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ കടും പായസത്തിനൊരു രുചി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ വേറെ പാത്രം നമ്മൾ ഇട്ടു. പിന്നെ നമുക്ക് അതിനകത്ത് നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. നെയ്യ് നന്നായിട്ട് മെൽട്ടാവുന്ന വരെ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് നമ്മളിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അതിനകത്ത് ഇടാം. ഇതൊരു ബ്രൗൺ, ഓറഞ്ച്, റെഡാണ് മാക്സിമം ആയിട്ട് നമുക്ക് കളർ കിട്ടേണ്ടത് ശരിക്കും. ഇപ്പം നമുക്ക് ശകലം ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഓറഞ്ചായിട്ട് നമുക്കതേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഓറഞ്ച് കളറാട്ടോ. നമുക്ക് റെഡാണ് നമ്മൾ ശരിക്കും എടുക്കുന്നത്. നിങ്ങൾക്ക് ഓറഞ്ച് ആണെങ്കിൽ മതി, പക്ഷേ റെഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ഇതായിരിക്കും കേട്ടോ ഈ കടും പായസം എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ അത് നമ്മൾ ചോറും പിന്നെ ശർക്കര ഇട്ട് ചേക്കുന്നിടത്ത് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോഴത്തേനും നമ്മുടെ നാവിൽ കൊതി വന്നിട്ടുണ്ട്. നല്ല രസമാട്ടോ. പിന്നെ ഒരു വൈറ്റ് പൗഡറിൽ നിന്നാൽ നിങ്ങൾക്ക് ഗസ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നാൽ ഞാൻ പറയാം. ഇത് ഏലക്ക പൊടിച്ചിട്ടതാട്ടോ. ഏലക്ക പൊടിച്ചിട്ടതാണ്. അത് കാണാൻ ബേക്കിംഗ് സോഡ പോലെ ഉണ്ടാവും. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കടും പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടു നാഗീസ് നന്നായിട്ട് കൊതി വന്നുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എനിക്ക് മണ്ട് റിയാക്ഷനും എക്സ്പ്ലനേഷനൊക്കെ അങ്ങനെ പോയി. കാരണം നല്ല ചൂടാണ്, നാവ് പൊള്ളി ഞാനത് ടേസ്റ്റ് ചെയ്തപ്പോൾ. അതുകൊണ്ടാട്ടോ ഗൈസ് എൻ്റെ റിയാക്ഷനൊക്കെ എക്സ്പ്ലനേഷൻ അങ്ങനെ വന്നത്. അപ്പോൾ അതേ ഗൈസ് നമ്മുടെ ഗോതമ്പ് പായസത്തിൻ്റെ ഫൈനൽ ഇതാട്ടോ നമ്മൾ കാണുന്നത്. ഇത് ഗോതമ്പല്ല, എനിക്കറിയാണ്ട് ഗോതമ്പെന്ന് പറഞ്ഞോട്ടോ, അതിന് ക്ഷമിക്കുക. ഇത് കടും പായസമാണ്. അപ്പോൾ അത് നന്നായിട്ട് ശർക്കരയും ചോറൊക്കെ ഇട്ടുമ്പോൾ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 83 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ